കോഴിക്കോട് സ്വദേശി അബ്ദുറഹീം സൗദിയിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാത്ത് കേരളം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപ സമാഹരിച്ചതിന് പിന്നാലെ സൗദിയിലെ ഇന്ത്യൻ എംബസി തുടർ നടപടികളിലേക്ക് കടന്നു. വാദിഭാഗം അഭിഭാഷകനുമായി എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അടുത്ത ദിവസം കൂടിക്കാഴ്ച നടത്തും. അബ്ദുറഹീമിന്റെ മോചനത്തിനാവശ്യമായ വൻ തുക ചുരുങ്ങിയ സമയം കൊണ്ടാണ് മലയാളി സമാഹരിച്ചത്. ഈ തുക റിയാദിൽ അബ്ദുറഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച ബാലന്റെ കുടുംബത്തെ ഏൽപ്പിച്ച് മോചനം സാധ്യമാക്കുക എന്നതാണ് ഇനിയുള്ള ദൗത്യം. ഇനിയുള്ള നടപടിക്രമങ്ങൾ സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലായിരിക്കും. മോചനദ്രവ്യവുമായ 15 മില്യൺ റിയാൽ സമാഹരിച്ച വിവരം വാദിഭാഗം അഭിഭാഷകനെ എംബസി അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് വാദിഭാഗവും പ്രതിഭാഗവും ചേർന്ന് അബ്ദുറഹീമിന് വധശിക്ഷ വിധിച്ച കോടതിയെ സമീപിക്കും. മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗം കോടതിയെ അറിയിക്കും. മാപ്പ് നൽകുന്നതിനെതിരെ അപ്പീൽ നൽകാൻ കോടതി 1 മാസത്തെ സമയം അനുവദിക്കും. ഈ സമയപരിധി പൂർത്തിയായ ശേഷം വിചാരണ കോടതി മേൽക്കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കും. വധശിക്ഷ ഒഴിവാക്കാൻ മേൽക്കോടതി അനുമതി നൽകിയ ശേഷമാകും 15 മില്യൺ റിയാൽ മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറുക. ഇതോടെ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കുകയും ജയിൽ മോചിതനാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകാൻ 2 മാസത്തിൽ കൂടുതൽ സമയമെടുക്കും എന്നാണ് സൂചന. യൂസഫ് കാക്കഞ്ചേരിയാണ് മോചനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.